കൂടുതൽ വ്യാപാര കരാറിന്റെ ചർച്ചകൾക്കായി അടുത്ത മാസം ഇന്ത്യയിലേക്ക് അമേരിക്കൻ സംഘം എത്താനിരിക്കെ പൊടുന്നനെ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ ഓഗസ്റ്റ് 1 മുതൽ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് 25% താരിഫ് ചുമത്താൻ അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം തീരുമാനിച്ചു. ഇതിന്റെ പിന്നിലേക്ക് നയിച്ച കാര്യങ്ങൾ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ കൂടുതൽ വാങ്ങുന്നതാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. റഷ്യക്ക് 50 ദിവസമാണ് ട്രംപ് നൽകിയിരുന്നത്. 50 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന്. ഈ കഴിഞ്ഞ ദിവസം ആ ദിവസം 16 വെട്ടിച്ചുരുക്കുകയുണ്ടായി. ആ ദിവസത്തിനുള്ളിൽ കൂടുതൽ പ്രഷർ ചെലുത്തുന്നതിന്റെ ഭാഗമായി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ കൂടുതൽ താരിഫുകൾ ചുമത്തുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ താരിഫ് ചുമത്തിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിന് പിന്നാലെ ഇപ്പോൾ ഇറാനിൽ നിന്നും പെട്രോ കെമിക്കൽസ് ഇറക്കുമതി ചെയ്ത ഇന്ത്യയിലെ 6 കമ്പനികൾക്ക് ഉപരോധം കൂടി അമേരിക്ക ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷം $220 മില്യൺ ഉൽപ്പന്നങ്ങൾ, പെട്രോ കെമിക്കൽസ് അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ, കഞ്ചൻ പോളിമർ അടക്കമുള്ള കമ്പനികളുണ്ട്. ഈ കമ്പനികൾ അവിടുന്ന് വാങ്ങിയിരുന്നു. ഈ കമ്പനികൾക്കടക്കമാണ് ഇപ്പോൾ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ എല്ലാത്തിനും കൂടി മറുപടിയായി ഇന്ത്യ രംഗത്തെത്തിയിരിക്കുന്നു. ഇന്ത്യ പറയുന്നത് ദേശീയ താല്പര്യം അടിയറ വെച്ചുകൊണ്ടുള്ള ഒരു കീഴടങ്ങലിനും തയ്യാറല്ല, ഒരു കരാറിനും ഞങ്ങൾ തയ്യാറല്ല എന്ന് ഇന്ത്യ പറഞ്ഞിരിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ ചൈനയും രംഗത്തെത്തിയിരിക്കുന്നു. ചൈന പറയുന്നത് സമ്മർദ്ദം ചെലുത്തിയും താരിഫ് പ്രഖ്യാപിച്ച് മുൻപോട്ട് പോകുന്ന ഒരു രാജ്യത്തിനും ഗുണപ്പെടില്ല, അതെങ്ങും എത്തില്ല, അത് കൂടുതൽ വഷളാകുകയുള്ളൂ കാര്യമെന്ന് ചൈനയും പറഞ്ഞിപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. ചൈന ഇപ്പോൾ ഇത് ആദ്യമായിട്ടാണ് വലിയൊരു പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നവർ, ഒപ്പം ഇറാനിൽ നിന്നും പെട്രോ കെമിക്കൽസുകൾ വാങ്ങുന്നവർ, ഇവർക്കെതിരെയാണ് ഇപ്പോൾ ഉപരോധമായിട്ട് നീങ്ങുന്നത്. ഒപ്പം തന്നെ ബ്രിക്സ് രാജ്യങ്ങളെ തകർക്കും എന്ന് നാറ്റോ രാജ്യങ്ങളും ഒപ്പം തന്നെ അമേരിക്കയും ട്രംപും ഒക്കെ അടിക്കടി പറയുന്നു. ഇതിനോട് ചേർത്ത് വായിക്കപ്പെടേണ്ടതുണ്ട്. ലോകം കൂടുതൽ കലുഷിതമായി മുൻപോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഓഹരി വിപണികൾക്ക് ഇടിവുണ്ടെങ്കിലും അത് താൽക്കാലികം മാത്രമാണ് എന്ന് ഇന്ത്യയിലെ സാമ്പത്തിക വിദഗ്ധരും പറയുന്നു. ഏതായാലും യുദ്ധം എന്നത് ഒരു അനിവാര്യമായ ഘടകമായി മാറുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.